വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദാവീദ് രാജാവ് ബെഹൂറുമിലെത്തിയപ്പോൾ സാവൂളിൻ്റെ ബന്ധുവായ ഷിമേയി ദാവീദിൻ്റെയും ദാസന്മാരുടെയും നേരെ കല്ലെറിയാൻ തുടങ്ങി. ഷിമേയി ദാവീദിനെ ശപിച്ചു പറഞ്ഞു, കൊലപാതകി നീജ കടന്നുപോകൂ. സാവൂളിൻ്റെ സ്ഥാനത്ത് വാഴുന്ന നീ അവൻ്റെ കുടുംബാംഗങ്ങളെ കൊന്നതിന് കർത്താവ് പ്രതികാരം ചെയ്തിരിക്കുന്നു. കർത്താവ് നിന്റെ മകൻ അബ്സലോമിന് രാജ്യത്വം നൽകിയിരിക്കുന്നു. നിന്റെ നാശമടുത്തു, നീ രക്തം ചൊരിഞ്ഞവനാണ്. ദാവീദ് തന്റെ ദാസന്മാരോട് പറഞ്ഞു, ഇതാ എൻ്റെ മകൻ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ ബെഞ്ചമിൻ വംശജൻ ഇങ്ങനെ ചെയ്യുന്നതിൽ പിന്നെ എന്ത് അത്ഭുതം? അവനെ വെറുതെ വിട്ടേക്കൂ, അവൻ ശപിക്കട്ടെ. കർത്താവ് കൽപ്പിച്ചതുകൊണ്ടത്രേ അവൻ ശപിക്കുന്നത്. കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. 2 സാമുവേൽ 16-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ. അബ്സലോമും കൂടെയുള്ള ഇസ്രായേൽക്കാരും ജെറുസലേമിലെത്തി. വിശ്വസ്തനായ ഉപദേശകനായ അഹിസോഫേലും കൂടെയുണ്ടായിരുന്നു. ദാവീദിന്റെ വിശ്വസ്ത സുഹൃത്ത് ഹുഷായി അബ്സലോമിന്റെ അടുത്തു വന്നു പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. അഹിതോഫേൽ അബ്സലോമിനോട് ദാവീദ് രാജാവിനെ ആക്രമിച്ച് കീഴടക്കാൻ നിർദ്ദേശിക്കുന്നു. എന്നാൽ ഹുഷായിയുടെ അഭിപ്രായം മറ്റൊന്നായിരുന്നു. ദാവീദ് രാജാവ് യുദ്ധത്തിൽ അതിനിപുണനെന്നും അതിനാൽ അവനെ കീഴടക്കുക അത്ര എളുപ്പമായിരിക്കില്ലെന്നും അതിനാൽ അസംഖ്യമായ ഇസ്രായേലരെ ഒരുമിച്ച് കൂട്ടി അബ്സലോമിനോട് യുദ്ധത്തിൽ നയിക്കണം എന്ന് നിർദ്ദേശിച്ചു. അതേസമയം അബ്സലോമിനെ വഞ്ചിച്ച് അവരുടെ എല്ലാ പദ്ധതികളും തത്സമയം ദാവീദിനെ അറിയിക്കാൻ ഹുഷായി ആളുകളെ ഏർപ്പെടുത്തി. അബ്സലോമിന്റെ പദ്ധതികൾ അറിഞ്ഞ ദാവീദും കൂടെയുള്ളവരും ജോർദാൻ കടന്നു. ഇസ്രായേലരും അബ്സലോമും ഗിലെയാദ് ദേശത്ത് താവളമടിച്ചു. ദാവീദ് കൂടെയുള്ളവരെ 3 തിരിച്ച് അബ്സലോമിനെതിരെ യുദ്ധം ചെയ്യാൻ അയച്ചു. ദാവീദിന്റെ പടയാളികൾ ഇസ്രായേൽക്കാരെ ദയനീയമായി തോൽപ്പിച്ചു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ദാനങ്ങളും ബലങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.